ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന മുത്തശ്ശിക്ക് കയ്യിൽ കുഴമ്പിട്ട് കൊടുക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ? ഇല്ല. മുത്തശ്ശി പോയിട്ടുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, ഒരു പ്രാവശ്യം പോയി. ഗംഗാധരന് ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കാണാൻ പോയി. അലീന ചോദിക്കുന്നു, അപ്പോഴാണോ മേഡം ആഗ്രയിൽ പോയി താമസിച്ചത്? മുത്തശ്ശി പറയണ, അപ്പോഴല്ല, അത് രണ്ടാമതും മാലിനി പ്രസവിച്ചപ്പോൾ. ആദ്യം പോയപ്പോൾ വൈജ ഞങ്ങളുടെ കൂടെ വന്നില്ല. അലീന ചോദിക്കുന്നു, മുത്തശ്ശി എന്താ ചോദിച്ചത്? ഞാൻ ആഗ്രയിൽ പോയിട്ടുണ്ടോന്ന്. മുത്തശ്ശി പറയുന്നു, കാണാൻ നല്ല സ്ഥലമാ, അവിടെ അല്ലേ താജ്മഹല്. അലീന പറയുന്നു, മേഡം ഇവിടെ സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മുത്തശ്ശി പറയുന്നു, അത് ശരിയാ, അവള് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് താമസിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അലീന പറയുന്നു, ഇല്ല, അത് മനുവേട്ടനാ പറഞ്ഞത്. അവൻ എപ്പോ പറഞ്ഞുവെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന ചോദിക്കാണ്, തിരുവനന്തപുരത്ത് ഒരു രാവണ്യമ്മാവനില്ലേ? മുത്തശ്ശി പറയുന്നു, അതെന്റെ നേരാങ്ങളയാ, ഇപ്പോഴില്ല, മരിച്ചുപോയി. അലീന പറയുന്നു, ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ മേഡം കുറച്ചു കാലം ശാസ്തമംഗലത്ത് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി ചോദിക്കുന്നു, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അലീന പറയുന്നു, ഇല്ല, വേറെന്താ പറയാനുള്ളത്? അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സംശയത്തോടുകൂടി അലീന പറയുന്നു, മുത്തശ്ശി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇല്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുകയാണ്, ഇല്ലെങ്കിൽ വേണ്ട, എന്റെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളതും അവിടെ തന്നെ ഇരിക്കട്ടെ. നിന്റെ മനസ്സിൽ എന്നതാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, ഒന്നുമില്ലെന്നേ. ഇപ്പൊ ആ കാര്യം എടുത്തിട്ടത് എന്തിനാ? ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്ന് നീ വൈജിയോട് പറഞ്ഞായിരുന്നോ? അലീന പറയുന്നു, എന്നെ പിരിച്ചു വിടുമെന്ന് പറഞ്ഞ് വിരട്ടിയപ്പോൾ ഞാൻ തിരിച്ചും വിരട്ടിയതാ. ആഗ്രയിലെ ചരിത്രം അറിയാമെന്ന്. മുത്തശ്ശി ചോദിക്കുന്നു, ആഗ്രയിലെ എന്ത് ചരിത്രം? അലീന പറയുകയാണ്, സംശയത്തോടുകൂടി മുത്തശ്ശി ചോദിക്കുന്നു, ആഗ്രയിലെ ചരിത്രമെന്ന് എടുത്തു പറയാൻ എന്താ കാരണം? ചിരിച്ചുകൊണ്ട് അലീന പറയുകയാണ്, ഞാൻ വെറുതെ തട്ടിവിട്ടതാ, അല്ലാതെ എനിക്കെന്തറിയാം, അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? മുത്തശ്ശി പറയുന്നു, അവിടെ എന്ത് സംഭവിക്കാനാ? ഒന്നുമില്ല. അലീന ചോദിക്കുന്നു, മാഡത്തിന് ആരോടെങ്കിലും ഇഷ്ടമോ ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലും? മുത്തശ്ശി പറയുകയാണ്, നീ ചുമ്മാ വേണ്ടാതീനം പറയല്ലേ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അലീന പറയുന്നു, ഞാൻ ആഗ്രയിലെ ചരിത്രം അറിയാമെന്ന് പറഞ്ഞത് മേഡത്തിനോടാ. അത് മേഡം വന്ന് മുത്തശ്ശിയോട് പറയാനും ഇപ്പൊ കൂട്ടി ചോദിക്കാനും എന്താ കാരണം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന ചോദിക്കാണ്, ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ മേഡം വരേണ്ടത്? മുത്തശ്ശി പറയുന്നു, അവള് വരണ്ടെന്നും പറഞ്ഞതല്ല, വൈജ നിന്നെ പേടിക്കാനോ? കൊള്ളാം. അലീന പറയുന്നു, ഇതുവരെ എനിക്ക് ആഗ്രയെ പറ്റി സംശയമൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുത്തശ്ശി പറയുന്നു, ഒന്നുമില്ലടി, ഞാനല്ലേ പറഞ്ഞത് ഒന്നുമില്ലെന്ന്. അലീന പറയുന്നു, എനിക്കൊന്നും അറിയണമെന്നില്ല, മുത്തശ്ശി ഇങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മുത്തശ്ശി പറയുന്നു, അല്ലെങ്കിൽ തന്നെ അവള് ആഗ്രയിൽ പോയിട്ട് വന്നിട്ട് 10-22 വർഷം കഴിഞ്ഞില്ലേ, എന്തിനാ വെറുതെ പണ്ട് കുഴിച്ചിട്ടതൊക്കെ മാന്താൻ പോകുന്നത്? അതെല്ലാം എന്നേ ദ്രവിച്ചു പോയി. അലീന ചോദിക്കുന്നു, പണ്ട് കുഴിച്ചിട്ടത് എന്താ മുത്തശ്ശി? മുത്തശ്ശി പറയുന്നു, മനുഷ്യനെ മൃഗത്തിനെ ഒന്നുമല്ല, പണ്ട് നടന്ന കുറെ സംഭവങ്ങള്, വിട് പോ. അലീന പറയുന്നു, അപ്പോഴേക്കും പിണങ്ങി. അങ്ങനെ അലീന പുഞ്ചിരിച്ച് മുത്തശ്ശിയെ നോക്കുമ്പോൾ ഇന്നാന്ന് പറഞ്ഞ് കുടം വിടാനായി കൈ നീട്ടി കൊടുക്കുകയാണ് മുത്തശ്ശി. അലീന ചിരിച്ചുകൊണ്ട് കുടം വിടുമ്പോൾ മുത്തശ്ശിയും പുഞ്ചിരിച്ച് അലീനയെ നോക്കുകയാണ്. അലീന ആലോചിച്ചിരിക്കുമ്പോൾ സംശയത്തോടുകൂടി അലീനയെ ശ്രദ്ധിക്കുകയാണ് മുത്തശ്ശി. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന അലീന പാത്രങ്ങൾ കൂടി കിടക്കുന്നത് കണ്ട് ഒന്ന് ആലോചിച്ച് പാത്രങ്ങൾ കഴുകുകയാണ്. കൃഷ്ണ ഉറക്കെ ചോദിക്കുന്നു, അലീനേച്ചി എവിടെയാ? ഇവിടെയാണെന്ന് അലീന പറയുമ്പോൾ അവിടേക്ക് വന്ന കൃഷ്ണ ചോദിക്കാണ്, ഇതെന്നോ ചെയ്യുക? ഇതാണോ പണി? അലീന പറയുന്നു, ഇതങ്ങ് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് മാർക്കിയെന്ന് പറഞ്ഞ അലീനയെ മാറ്റി നിർത്തി പാത്രം കഴുകുന്ന കൃഷ്ണ പറയുകയാണ്, തല്ലുകൊള്ളാനുള്ള പണിയുമായിട്ട് ഇറങ്ങിയിരിക്കുക. അലീന പറയുന്നു, മോളെ, മേഡം ഇത് കണ്ടാൽ എന്നെ വഴക്ക് പറയും. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, ഇങ്ങോട്ട് വരട്ടെ, മാഡത്തിനോട് ഞാൻ പറഞ്ഞോളാം. അലീന സ്നേഹത്തോടുകൂടി കൃഷ്ണയെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം കൃഷ്ണയെന്ന് വിളിച്ച് വൈജയന്തി അവിടേക്ക് വരുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അലീന. അലീനയും വൈജയന്തിയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൃഷ്ണ ചോദിക്കുന്നു, എന്നാ കൃഷ്ണയ്ക്ക്? വൈജയന്തി ചോദിക്കുന്നു, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേടി? കൃഷ്ണ പറയുന്നു, പഠിക്കുക, ഇതും പഠിക്കണ്ടേ? പുസ്തകം മാത്രം പഠിച്ചാ മതിയോ? വൈജയന്തി പറയുന്നു, ഈ ജോലി ചെയ്യാനാ ഇവളെ നിർത്തിയിരിക്കുന്നത്. കൃഷ്ണ പറയുന്നു, ഇവൾക്കിപ്പോ വേണ്ടതേ റെസ്റ്റാ, അതാരും പറഞ്ഞില്ലേ മാഡത്തിനോട്? ഇങ്ങനെ നിന്ന് പാത്രങ്ങൾ കഴുകുമ്പോഴേ വയറിന്റെ മസിൽസിനാ പിടുത്തം, മാഡത്തിന് ഇതൊക്കെ അറിയാവുന്നതല്ലേ? വൈജയന്തി പറയുന്നു, നിന്റെ തർക്കുത്തരം കൂടുന്നുണ്ട് കേട്ടോടി, വന്ന് നിനക്കിപ്പം എന്തും പറയാമെന്നായോ? ഞാഞ്ഞൂല് തല ഒരുപാട് പൊക്കണ്ട കേട്ടോ. കൃഷ്ണ പറയുന്നു, ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും തല പൊക്കാമെന്നാ. വൈജയന്തി പറയുന്നു, നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ചായ എടുക്ക്. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, അത് ശരിയാ, എന്തെങ്കിലുമൊക്കെ ചൊറിങ്ങോട്ട് നിൽക്ക് ചേച്ചി, വെറുതെ നിൽക്കുന്നതാ മാഡത്തിന്റെ പ്രശ്നം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി വൈജയന്തി അവിടെ നിന്ന് പോകുമ്പോൾ അലീന പറയുന്നു, കൂടുതലാണ് കേട്ടോ. കൃഷ്ണ പറയുന്നു, ഇത്രയും വേണം, പിടിച്ചു നിൽക്കണ്ടേ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ അലീന അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോൾ വാതില് തുറക്കുകയാണ് അലീന. അകത്തേക്ക് കയറിയ ബാലചന്ദ്രൻ ചോദിക്കുന്നു, ചോറും കറിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നീ റെസ്റ്റിലാണെന്ന് വിചാരിച്ചിട്ടാ ചോദിക്കുന്നത്? അലീന പറയുന്നു, കറികള് കുറവാണെന്നേ ഉള്ളൂ. ബാലചന്ദ്രൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ടോ? ഉണ്ടെന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അത് വെച്ച് നീ ഒരു ചമ്മന്തി ഉണ്ടാക്ക്, പണ്ടൊരു ദിവസം ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു, അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അലീന പറയുന്നു, അതിപ്പോ തന്നെ ശരിയാക്കാം. ബാലചന്ദ്രൻ പറയുന്നു, അതെ, അരയ്ക്കാനൊന്നും പോകണ്ട, മിക്സിയിലിട്ട് അടിച്ചാ മതി. അമ്മ ചോറുണ്ടോ? ഇല്ലെന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും. ഇത് കേട്ട് മൂളി അലീന അകത്തേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പതിയെ ചെയ്താൽ
മതി, ധൃതി പിടിക്കണ്ട. തുടർന്ന് ഒന്ന് ആലോചിച്ച് മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്ന ബാലചന്ദ്രൻ പറയുന്നു, അമ്മ ഊണ് കഴിച്ചില്ല എന്ന് അലീന പറഞ്ഞു. മുത്തശ്ശി പറയുന്നു, എനിക്ക് ധൃതിയൊന്നുമില്ല, എങ്ങും പോകുന്നില്ലല്ലോ, ഈ കിടപ്പല്ലേ. ചുറ്റും നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അമ്മയ്ക്ക് ഞാൻ ഈ റൂമിൽ ചെറിയൊരു TV വെച്ച് തരാം. മുത്തശ്ശി പറയുകയാണ്, ഞാൻ ഇന്നാളിൽ വൈജിയോടൊന്ന് പറഞ്ഞതാ. അന്നേരം അവൾ എന്നോട് പറഞ്ഞു, അലീന എപ്പോഴും TV കണ്ടോണ്ടിരിക്കും, വീട്ടിലെ പണിയൊന്നും നടക്കത്തില്ലെന്ന്. ബാലചന്ദ്രൻ പറയുന്നു, അമ്മ ഉടനെ എഴുന്നേറ്റ് നടക്കുമല്ലോ എന്ന് വിചാരിച്ച ഞാൻ ഇതുവരെ വാങ്ങാതിരുന്നത്. മുത്തശ്ശി പറയുന്നു, ഞാനും അങ്ങനെയാ വിചാരിച്ചത്, എന്നോ പറയാനാ, എന്റെ വിധി. ബാലചന്ദ്രൻ പറയുന്നു, സാരമില്ല, നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം. അമ്മയുടെ ഫോൺ എവിടെ? മുത്തശ്ശി ഫോൺ എടുക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇത് സൈലന്റിൽ ഇട്ടിരിക്കുകയാണോ? വിളിച്ചിട്ട് അമ്മ എടുക്കുന്നില്ല. അതെയോ എന്ന് ചോദിച്ച മുത്തശ്ശി ഫോൺ ബാലചന്ദ്രന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബാലചന്ദ്രൻ കോൾ റെക്കോർഡർ പരിശോധിക്കുകയാണ്. മുത്തശ്ശിയുടെ ഫോണിലെ കോൾ റെക്കോർഡ്സ് എല്ലാം ബാലചന്ദ്രന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ശേഷം മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നു, കോള് പോകുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഇതാന്ന് പറഞ്ഞ ഫോൺ കൊടുത്തതിന് ശേഷം ബാലചന്ദ്രൻ ചോദിക്കുന്നു, അലീന ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അമ്മയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കുന്നില്ലേ? മുത്തശ്ശി പറയുന്നു, എനിക്ക് എന്റെ കൂടെ ഒരാളുണ്ടായാൽ മതിയെന്നേ. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കണം. മരുന്നെടുത്ത് തരുന്നതല്ലാതെ അവളെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കത്തില്ല. ബാലചന്ദ്രൻ പറയുന്നു, അത് നന്നായി, കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. മുത്തശ്ശി പറയുന്നു, അവൾ എന്നോ ചെയ്യാനും റെഡിയാ. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ പോയി ഊണ് കഴിക്കട്ടെ. അലീനയോടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോന്നതാ, ചെമ്മീൻ ചമ്മന്തി. മുത്തശ്ശി പറയുന്നു, അവൾ ഉണ്ടാക്കിയാൽ നല്ല രുചിയാ. ഇത് കേട്ട് പുഞ്ചിരിച്ച ബാലചന്ദ്രൻ അവിടെ വന്ന് പോകുമ്പോൾ മാഗസീൻ വായിക്കുകയാണ് മുത്തശ്ശി. തുടർന്ന് അലീന ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരുന്ന ബാലചന്ദ്രൻ അത് വിളമ്പി കഴിക്കാനായി തുടങ്ങുകയാണ്. അവിടേക്ക് വന്ന അലീന പറയുന്നു, സാർ ചെമ്മീൻ ചമ്മന്തി. അത് കഴിച്ചു നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ബെസ്റ്റ്. നീ ഊണ് കഴിച്ചോ? ഇല്ല എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താ കഴിക്കാത്തത്? അലീന പറയുന്നു, മുത്തശ്ശിക്ക് കൊടുത്തിട്ടിരുന്നോളാം. ബാലചന്ദ്രൻ പറയുകയാണ്, അമ്മയ്ക്ക് നേരത്തെ കൊടുക്കണ്ടേ? അലീന പറയുന്നു, ചോദിച്ചതാ. അന്നേരം മുത്തശ്ശി പറഞ്ഞു, വിശപ്പില്ലാന്ന്. ബാലചന്ദ്രൻ പറയുന്നു, എന്നാ കൊടുത്തിട്ട് വാ. ഇത് കേട്ട് അലീന അടുക്കളയിലേക്ക് പോകുമ്പോൾ ഫോണിലേക്ക് സെൻഡ് ചെയ്ത കോൾ റെക്കോർഡ്സ് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന ബാലചന്ദ്രൻ വാതിലടിച്ച് ആ കോൾ റെക്കോർഡ്സ് കേൾക്കുകയാണ്. അലീന റോഹനുമായി ഫോണിൽ സംസാരിക്കുന്നത്. ഞാൻ അലീനയാണെന്ന് അലീന പറയുമ്പോൾ രോഹൻ പറയുകയാണ്, ഫോൺ വെച്ചിട്ട് പൊടി പുല്ലേ, നീ എന്നെ ഫോണിൽ വിളിക്കുന്നു, നീ ആരാ? അലീന പറയുന്നു, ഫോൺ കട്ട് ചെയ്യരുത്, കട്ട് ചെയ്താൽ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ നിന്റെ റൂമിൽ കയറി വരും. രോഹൻ പറയുന്നു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടി. അപ്പോൾ അലീന പറയുകയാണ്, വരുമെന്ന് അലീന പറഞ്ഞാൽ വരും രോഹിത്തെ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും മോനെ നല്ലത്. നിനക്ക് എന്നൊക്കെ പാടി എന്നോട് പറയാനുള്ളതെന്ന് രോഹിത് ചോദിക്കുമ്പോൾ അലീന പറയുന്നു, നീ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്ക്. നീ രക്ഷപ്പെട്ടെന്നാണോ നിന്റെ വിചാരം? എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. അന്ന് നീയും ഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണെന്ന് നീ വിചാരിച്ചോ? ഒരു തവണ പോലീസിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരുത്തി പറയാൻ പറ്റത്തില്ലെന്ന് രോഹൻ പറയുന്നു, നീ അങ്ങോട്ട് ചെന്ന് പറയടി. അപ്പോൾ അലീന പറയുകയാണ്, പറയും, ആദ്യം ഇവിടെ പറയും. ഇന്ന് അത്താഴ സമയത്ത് ഊണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് പറയും. മനുവേട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് രേവതിക്കുട്ടിയും അലീനയും കൂടി ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. രേവതിക്കുട്ടി ചോദിക്കുന്നു, അവിടെ നടന്നതൊന്നും ഇതുവരെ സാറും മേഡമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? അലീന പറയുന്നു, ഇല്ല, എന്നാൽ എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. രേവതിക്കുട്ടി ചോദിക്കുന്നു, ചേച്ചി അതിനുശേഷം ആ ഹരി എന്ന് പറയുന്ന ദുഷ്ടൻ അവിടെ വന്നോ? അലീന പറയുകയാണ്, ഇല്ല, ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. മനുവേട്ടൻ കണക്കിന് കൊടുത്തായിരുന്നല്ലോ. രേവതിക്കുട്ടി ചോദിക്കുന്നു, മറ്റേ കക്ഷി എങ്ങനെയുണ്ട് രോഹി? അലീന പറയുന്നു, അവന് മാറ്റമൊന്നുമില്ല, ഇപ്പോഴും എന്നോട് ഭയങ്കര കലിപ്പ. ഞാൻ എന്റെ മൊബൈൽ ഫോൺ അവന്റെ അടുത്ത് ചോദിച്ചു, ബ്രിജിത മമ്മിയുടെ. ഉടനെ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, പൊടി പുല്ലേന്ന്, എന്നെ ശരിയാക്കി കളയുമെന്ന. എനിക്ക് റെസ്റ്റ് വേണമല്ലോ, ഒരാഴ്ച കൂടി ഞാൻ നോക്കും. രേവതിക്കുട്ടി ചോദിക്കുന്നു, എന്തിനാ ഒരാഴ്ച കൂടി നോക്കുന്നത്? അയാളൊന്നും ഒരിക്കലും നന്നാകത്തില്ല ചേച്ചി. ആ ബാലചന്ദ്രൻ സാറ് ഊണ് കഴിക്കാൻ വരുമ്പോൾ അവിടെ വേറെ ആരും ഇല്ലല്ലോ. നടന്ന സംഭവം മുഴുവൻ ചേച്ചി സാറിനോട് പറ. ഹരിയും റോഹിയും കൂടെ മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ചതും എന്നിട്ട് ചേച്ചി കുഴങ്ങി വീഴാൻ പോയപ്പോൾ അവര് രണ്ടുപേരും കൂടെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും ഒരു വഴിയും കാണാഞ്ഞ് ചേച്ചി കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റിൽ കുത്തിയതും എല്ലാം പറ. ചേച്ചി അത് പറയണം, സാറിനോട് തന്നെ പറയണം. തുടർന്ന് എല്ലാം കേട്ട് തകർന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ. റൂമിന്റെ വാതിൽ തുറന്ന ബാലചന്ദ്രൻ കാണുകയാണ് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്ന അലീനയെ. വിഷമത്തോടുകൂടി അലീനയെ തന്നെ നോക്കി നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. മനു ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്ന അലീന മനുവിനെ കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. മനുവും പുഞ്ചിരിച്ച് അലീനയെ നോക്കുന്നു. ബാലചന്ദ്രനും മനുവും സംസാരിച്ചിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്ന അലീന രേവതിക്കുട്ടിയുമായി ഫോണിൽ സംസാരിക്കുകയാണ്. രേവതിക്കുട്ടി ചോദിക്കുന്നു, മറ്റേ കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞോ ചേച്ചി? അലീന പറയുന്നു, ഞാൻ ആരോടും പറഞ്ഞില്ല. ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. ഇത് കിട്ടി സംശയത്തോടുകൂടി അലീനയെ നോക്കുകയാണ് മുത്തശ്ശി. തുടർന്ന് അലീന വയറ്റിൽ കുത്തിയ കത്രിക എടുത്ത് കാണിച്ചുകൊണ്ട് ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നു, നീ ഇത് കണ്ടോ? ഇതാണ് അലീനയുടെ വയറ്റിൽ തുളച്ചുകയറിയ കത്രിക. എന്താണ് അന്ന് നടന്നതെന്ന് നിനക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് മനു വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പക്ഷേ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം മനുവിനോട് തുറന്നു പറയുകയാണ്. ഈ സമയം വീട്ടിലേക്ക് വരികയാണ് വൈജയന്തി. വരാൻ
വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.